എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായതും വായിലിട്ടാൽ അലിഞ്ഞു പോകും വിധത്തിലുള്ള ചക്ക ഹൽവയാണ്. ഈ ഒരു സീസണിൽ കിട്ടുന്ന ചക്ക വെച്ചിട്ട് ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചക്ക ഹൽവ ആർക്കും ഇനി എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാം. പ്രായമായ അമ്മമാർക്കും നമ്മുടെ കുട്ടികൾക്കും ഒരുപോലെ തന്നെ ഇഷ്ടത്തോടുകൂടി കഴിക്കാൻ പറ്റിയ ചക്ക ഹൽവ എല്ലാവർക്കും ഇനി വീടുകളിൽ തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ ഈ ഒരു ചക്ക ഹൽവയിൽ ഞാൻ ആവശ്യത്തിനുള്ള മധുരമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ നെയ്യുടെ അളവുകൾ കുറച്ച് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ കണ്ടു പോകുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ചക്ക ഹൽവ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 25ഓളം ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലുള്ള കുരുവെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. അത് നല്ല പഴുത്തിട്ടുള്ള ചക്കയാണ് നമുക്ക് ഹൽവ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളതും. ഇനി നമുക്ക് ഈ ചക്കപ്പഴത്തിനെ ഒന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. ചക്കപ്പഴം ഒന്ന് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം അരച്ചെടുക്കാനുള്ള മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു പഴത്തിനെ നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അരച്ച ചക്കപ്പഴത്തിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ 1/2 കിലോ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് അടുപ്പിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലെ കട്ടകളൊന്ന് ഉരുകി കിട്ടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. ഇനി അടുപ്പിൽ നിന്ന് ഈ പാത്രം മാറ്റി വെച്ചതിന് ശേഷം ഹൽവ തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാത്രം ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള ചക്കപ്പൾപ്പാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചക്കപ്പൾപ്പ് മുഴുവനും തന്നെ പാനിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. ചക്കയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കേണ്ടതും. നമുക്ക് ഈ ചക്ക ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 1.5 മണിക്കൂർ ടൈം ആവശ്യമായിട്ടുണ്ട്. ഇളക്കുന്ന സ്റ്റെപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സ്പീഡിലാണ് ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നതും. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചക്കയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതും. ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കര പാനി ചേർത്ത ചക്ക ഇപ്പോൾ നല്ല പോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതുണ്ട്. 50 ഗ്രാം റവയിലേക്ക് 150 മില്ലി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 100 മില്ലി പാല് ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പാലെടുക്കുമ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ചേർക്കാവുന്നതാണ്. പാലും റവയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൽവ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനായിട്ട് ഒരു വലിയ പാത്രമാണ് എടുക്കേണ്ടത്. ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അധികമൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു കൂട്ടൊന്ന് തിളച്ചു തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ശർക്കര പാനിയുടെ കുത്തൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. കൂടെ തന്നെ 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ കൂട്ട് നല്ല കട്ടിയായിട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അടിയിൽ പിടിക്കാതെ ചെയ്തെടുക്കുന്നതിനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചും കുറച്ച് വെച്ചുമാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. വീണ്ടും നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒറ്റടിക്ക് തന്നെ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് വേണം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടും. ഇത്രയും അളവിലുള്ള ഹൽവ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു 5 സ്പൂൺ അളവിലാണ് നെയ്യ് ആവശ്യമായിട്ടുള്ളതും. ഇതുപോലെ തുള്ളി തിളച്ചു വരുന്ന പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം അളവിൽ ക്യാഷ്യൂസ് ഒന്ന് പൊടിച്ചുകൂടെ ചേർക്കാം. ക്യാഷ്യൂസ് നിങ്ങൾക്ക് നെയ്യിൽ വറുത്തും ചേർക്കാവുന്നതാണ്. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ഹൽവ തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടും വരുന്നില്ല. ക്ഷമയോട് ചെയ്തെടുത്താൽ മാത്രമാണ് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതും. ഈ ഒരു സമയത്തെല്ലാം ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചും കുറച്ച് വെച്ചും ഒക്കെയാണ് ഇളക്കി കൊടുക്കുന്നതും. ഹൽവ പാകമായി തുടങ്ങുമ്പോൾ ഈ ഒരു പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്ന പാകത്തിലേക്കായി വരും. അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതും. ഈ ഒരു സമയത്തും ഞാനിതിലേക്ക് 1 സ്പൂൺ അളവിൽ കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. വീണ്ടും കൈയെടുക്കാതെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇതേ ഒരു പാകത്തിലേക്കാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളതും. ഒരു പാകമായാൽ പോരാ, മുഴുവനും തന്നെ ഈ ഒരു പാനിൽ നിന്നെല്ലാം ഉരുണ്ട് നടുഭാഗത്തേക്കൊന്ന് ഉരുണ്ട് കിട്ടണം. അതുവരെയും നമുക്കൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു കട്ടിയാകുന്ന ഭാഗമായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചതച്ച് ചേർക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ചുക്കുപൊടി ചേർക്കാൻ താല്പര്യം
താല്പര്യമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ പാനിൽ നിന്നെല്ലാം നല്ല പോലെ വിട്ട് നടുഭാഗത്തേക്കൊന്ന് ഉരുണ്ട് വരുന്ന പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഹൽവ പൂർണ്ണമായിട്ടും പാകമായി എന്നറിയുന്നത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഉരുണ്ട് നടുഭാഗത്തേക്കായി വരും. അതാണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. അരികു ഭാഗമെല്ലാം നല്ല പോലെ മൊരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യെല്ലാം തന്നെ വിട്ട് വരുന്ന പാകമായി വരും. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്. ഇനി സെറ്റായി വന്നിട്ടുള്ള ചക്ക ഹൽവ നമുക്ക് ഈ പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യെല്ലാം നല്ല പോലെ വിട്ട് നിൽക്കുന്ന ഒരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്ക് ടിന്നിലേക്കാണ് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതും. ഹൽവക്കൂട്ട് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് ഷെയ്പ്പാക്കിയും കൂടെ കൊടുക്കണം. ഷെയ്പ്പാക്കി കൊടുക്കുന്ന സമയത്ത് നല്ലോണം പ്രസ് ചെയ്ത് വേണം നമുക്ക് ഷെയ്പ്പാക്കി എടുക്കാനായിട്ടും. നല്ലോണം ഷെയ്പ്പാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഈ ഒരു പാത്രം ഒന്ന് ഇറക്കിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് ഹൽവ ഈ ഒരു പാത്രത്തിൽ നിന്നും വളരെ എളുപ്പത്തിലൊന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഇളകി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളത്തിൽ വെച്ചിട്ടുള്ളത്. വെള്ളത്തിൽ വെച്ചിട്ടുള്ള ഹൽവ നല്ല പോലെ ചൂടാറി വന്നപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് ഞാനിവിടെ മറിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് എടുത്ത് മാറ്റാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചക്ക ഹൽവ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹൽവ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഹൽവയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കണ്ട് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.